നമ്മൾ അടിസ്ഥാനപരമായി മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അല്ലെങ്കിൽ വേണ്ട അതിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു കമൻറ്റ് കാണാം. നമ്മുടെ ബഹിരാകാശത്ത് പോയിട്ട് വന്ന സുനിത വില്യംസിനെ ഇങ്ങനെ കൈകൂപ്പുന്നുണ്ട്, അവർ വിഷ് ചെയ്യുന്നുണ്ട്. അങ്ങനെ വിഷ് ചെയ്യുന്ന ഒരു ഫോട്ടോ എടുത്തിട്ടിട്ട് സാധുക്കലി തനി രാഷ്ട്രീയക്കാരൻ മാത്രം, കാളിയും ആത്മീയാചാര്യനുമാകണ്ട, വണങ്ങേണ്ടത് സൃഷ്ടാവിനെ മാത്രം. ഇതാണ് ആ പോസ്റ്റിൻ്റെ പ്രത്യേകത. ഇതൊരൊറ്റപ്പെട്ട ആളിൻ്റേതാണ് എന്ന് പറയുമ്പോഴും ഇങ്ങനെ അല്ലാതെ ചിന്തിക്കുന്ന ഒരുപാട് പേർ ഈ മുസ്ലിം സമുദായത്തിലുണ്ട്. എല്ലാ സമൂഹത്തിലും ഉണ്ടെങ്കിലും അത്തരം വിശ്വാസികളായ സൂക്ഷ്മതക്കാരെന്ന് വിശ്വസിക്കുന്ന ഒരു കൂട്ടം ആളുകളുള്ളത് ഈ ഇസ്ലാം മതത്തിലാണ്. എന്ന് വെച്ചാൽ ഈ വേറൊരു മതത്തിൽപ്പെട്ടവരോ അത്തരം ആളുകളോ നമ്മുടെ ഏതെങ്കിലും ആചാരങ്ങളെയോ അനുഷ്ഠാനങ്ങളെയോ നബിദിനത്തെയോ അല്ലെങ്കിൽ അത്തരം സംഗതികളെയോ ഒക്കെ പിന്തുണയ്ക്കുമ്പോഴോ പോസ്റ്റ് ഇടുമ്പോഴോ അല്ലെങ്കിൽ അതിനെ പ്രകീർത്തിക്കുമ്പോഴോ ഒക്കെ ഭയങ്കരമായ ആവേശം, ആനന്ദം വൈറലാക്കുക, അത് ഷെയർ ചെയ്യുക, അവർക്ക് അഭിവാദനങ്ങൾ അർപ്പിക്കുക. എന്നാൽ മറിച്ച് അങ്ങടെ ആരെങ്കിലും ഇതുപോലെ എന്തെങ്കിലും ഒരു കാര്യത്തിൽ ചെയ്യുമ്പോഴത്തേക്ക് അതിൽ ഒരു അനാവശ്യമായ സൂക്ഷ്മത എന്ന് വെച്ചാൽ ഈ ഇടപെടുന്നവൻ്റെ നെയ്യത്തെന്താണ്, താല്പര്യം എന്താണ്, ലക്ഷ്യമെന്താണ്, ഇതൊന്നും മനസ്സിലാക്കാതെ അങ്ങ് നിലവിളിയോട് നിലവിളിയാണ്. ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, ഞാനൊരു ഒരു പാട്ടെടുത്ത് ഒരു റീലിടുമ്പോൾ അതിൽ വന്ന് ഈ കുറേ ആളുകൾ അതിലെ വിയോജിപ്പ് മാത്രമല്ല, നീ മറ്റവൻ്റെ 10 ഇറക്കാൻ നീ പിന്നെ വിശുദ്ധത്തിൻ്റെ പള്ളിയെ പറഞ്ഞോനല്ലയോടാ ഈ പോകുന്നതെന്നൊക്കെ പറഞ്ഞ് ചിലരങ്ങ് ബഹളമൊക്കെ. എനിക്ക് അവരോടൊക്കെ സഹതാപമാണ് തോന്നാറുള്ളത്. എന്താണെന്നറിയോ, ഏതൊരു വിധമായ മാനസികാവസ്ഥയിലാണ് ഇവർ ജീവിക്കുന്നത് എന്ന് പലപ്പോഴും തോന്നിപ്പോകാറുണ്ട്. ഈ മനുഷ്യർക്കിടയിലുള്ള ബന്ധങ്ങളും ഈ മാനവികതയും പരസ്പര കൈമാറ്റവുമാണ് യഥാർത്ഥത്തിൽ ഈ സമൂഹത്തിൽ ആദ്യ കാലഘട്ടത്തിൽ ഈ ഇസ്ലാം എന്ന് പറയുന്ന മതത്തിന് സ്വീകാര്യത ഉണ്ടാക്കി കൊടുത്തത്. അതായത് കർമ്മങ്ങളിലെ വിശുദ്ധി, ഇടപാടുകളിലെ സംഗതികൾ, ബാഹ്യമായി പെരുമാറ്റത്തിൽ കാണുന്ന വ്യത്യാസങ്ങൾ, പണമിടപാടുകളുടെ ഏർപ്പാടുകൾ, ഉപകാരങ്ങൾ ചെയ്യുന്നതിലുള്ള സംഗതി, ഈ വസ്ത്രധാരണത്തിൻ്റെ ഒരു രീതി, അതിൻ്റെ ഒരു വൃത്തി തുടങ്ങിയ ഘടകങ്ങളൊക്കെയാണ് അന്ന് മനുഷ്യരെ ആകർഷിച്ചത്. അല്ലാതെ ആരും ഈ കിതാബും ഹദീസും അല്ലെങ്കിൽ ഈ തർക്കവിതർക്കങ്ങളും വെല്ലുവിളികളും ഒന്നും കേട്ട് ഇസ്ലാം മതം സ്വീകരിച്ചവരല്ല. അങ്ങനെയുള്ളൊരു സ്പേസും അന്ന് ഈ പറയുന്ന പ്രബോധനത്തിന് വന്നവർക്ക്, ദൈവത്തിന് വന്നവരുടെ മുന്നിൽ ഉണ്ടായിരുന്നില്ല. അതൊക്കെ പിന്നീടാണ് അവർ ആശയങ്ങൾ ഉൾക്കൊള്ളുകയും ഒക്കെ ചെയ്തത്. ബാഹ്യമായി ഇതാണല്ലോ. ഇപ്പോൾ ഒരു മുസ്ലിമായ ആളിനോട് ഇടപെടുമ്പോൾ, അയാളെ കാണുമ്പോൾ അയാളുടെ ഒരു പെരുമാറ്റം, അയാളുടെ ഒരു പ്രസൻറ്റബിലിറ്റി, അയാളുടെ ഒരു നീറ്റ്നെസ്, അല്ലെങ്കിൽ അയാളുമായൊരു ഇടപാട് നടത്തുമ്പോൾ അപ്പുറത്ത് നിൽക്കുന്ന ആളിനുള്ള ഒരു ബോധ്യം, ഇയാൾ സത്യസന്ധനാണ്, ഇയാളൊരു വിശ്വാസിയാണ്. കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു സുഹൃത്ത് എന്നോട് പറയുമായിരുന്നു, അവർ തെറ്റിദ്ധരിച്ചോ എന്ന് എനിക്കറിയത്തില്ല, ഈ മുസ്ലിം വിഭാഗത്തിൽ വരുന്നവരെക്കുറിച്ച് എനിക്കുള്ള ഒരു മതിപ്പ് എന്താണെന്ന് വെച്ചാൽ, അവർ എഴുതിയിരിക്കുന്ന ഇതിനകത്ത് കാണണം എൻ്റെ വാട്സപ്പിൽ, അവർ ദൈവത്തെ മറന്നൊന്നും ചെയ്യില്ല എന്നാണ് പറയുന്നത്. ഞാനപ്പോൾ ചിരിച്ചു. ഒരുപക്ഷെ അങ്ങനെയുള്ള അനുഭവങ്ങളെ ആ പാവത്തിനുണ്ടായി കാണുള്ളൂ എന്ന് വിചാരിച്ചു. ഏതായാലും അത്തരമൊരു അനുഭവം അവർക്ക് നൽകിയത് നന്നായി എന്നുള്ളതാണ്. ഞാൻ ഓർക്കുന്നു, എന്നോടൊരാൾ ഒരു അഭിമുഖത്തിൽ ഇസ്ലാം മതത്തിലേക്ക് വന്ന ഒരാളാണ്. അദ്ദേഹം ഒരിക്കൽ എന്നോട് പറഞ്ഞു, ഇപ്പം നമ്മൾ ഓട്ടോ പിടിച്ചു പോകുന്നു, നമ്മൾ ബാഹ്യമായി ഒരു മുസ്ലിമാണ് അല്ലെങ്കിൽ മുസ്ലിമാണെന്ന് മനസ്സിലാക്കുന്ന ഒരു ഓട്ടോയിൽ പോകുന്ന ഒരാൾ, ചിലപ്പോൾ അത്യാവശ്യം സമ്പത്തൊക്കെ ഉള്ള ഒരാളാണെന്നിരിക്കട്ടെ, ഒരിടത്ത് വാഹനത്തിൽ ചെന്നിറങ്ങി 80 രൂപയായെന്ന് പറയുന്നു. 100 രൂപ അയാൾക്ക് കൊടുത്തിട്ട് 20 രൂപ കയ്യിൽ വെച്ചോളൂ എന്ന് പറയുന്നത് അതൊരു വലിയ മെസ്സേജാണ്. ആ 20 രൂപ നിങ്ങളോടുള്ള ഒരു കരുണ കൊണ്ട് നിങ്ങൾക്ക് തരികയാണ് ഞാൻ. ഇയാളിനെ പിന്നെ ഒരിക്കൽ പോലും കാണത്തില്ല. ഇയാളുടെ മുന്നിൽ ഒരു 5-6 ദിവസം നമ്മൾ മതപ്രഭാഷണം നടത്തിയിട്ടും ഒരു കാര്യമില്ല. ആ ഒരൊറ്റ പെരുമാറ്റത്തിൽ ഹീസ് എ മുസ്ലിം, അതിൻ്റെ ഒരു ക്വാളിറ്റി ഉണ്ട്. അത് ഒരാളിനെ മതത്തിലേക്ക് കൊണ്ടുവരാനോ അല്ലെങ്കിൽ അയാളെ വലിച്ചെടുക്കാനോ ഒന്നുമല്ല. അത് ആ വിശ്വാസത്തിൻ്റെ ഒരു സുഖമാണ്, ആ ഇടപെടലിൻ്റെ ഒരു സുഖമാണ്, അതിൻ്റെ ഒരു മര്യാദയാണ്, അതിൻ്റെ ഒരു സമീപനമാണ്. അതുണ്ടാക്കുന്നൊരു സന്തോഷമുണ്ട്. വളരെ പെട്ടെന്ന് ഇപ്പം നമ്മൾ പറഞ്ഞാൽ പണ്ടത്തെ പാസ്പോർട്ട് ഓഫീസും ഇപ്പോഴത്തെ പാസ്പോർട്ട് ഓഫീസും, പണ്ടത്തെ TTRമാരും ഇപ്പോഴത്തെ TTRമാരും, ഇതൊക്കെ ഞാൻ ഈ ഭൗതിക ജീവിതത്തിലൊരു ഉദാഹരണം പറയും. എല്ലാം കംപ്ലീറ്റ് ആകണമെന്നില്ല. എന്ന് പറഞ്ഞാൽ നമ്മൾ ചെന്നാൽ നമ്മളെ അത് സ്വീകരിക്കുന്നു, നമുക്കതിന് വേണ്ട ഏർപ്പാടുകൾ ചെയ്തു തരുന്നു, നമ്മളെ അവിടെ ഡിലേ ആക്കുന്നില്ല, പെട്ടെന്ന് നമുക്ക് കാര്യങ്ങൾ ചെയ്തു തരുന്നു, സഹായിക്കുന്നു. അവർ സർവീസ് ചാർജ് എടുത്താൽ പോലും ആ അനുഭവം ഒരു അനുഭവമാണ്. നിങ്ങൾക്ക് അത്തരം അനുഭവങ്ങൾ നമുക്കെല്ലാവർക്കും ഉണ്ടായിട്ടുണ്ടാവും. ചില മനുഷ്യരിൽ നിന്ന്, ചില റെസ്റ്റോറൻറ്റുകളിൽ നിന്ന്, ചില ഡിപ്പാർട്ട്മെൻറ്റുകളിൽ നിന്ന്, ചില ഇടങ്ങളിൽ നിന്ന് ഒക്കെ അങ്ങനെയുള്ള പെരുമാറ്റം ഉണ്ടായിട്ടുണ്ടാവും. അവരോട് നമുക്ക് വലിയ ഇഷ്ടമായിരിക്കും. അതിൽ അയാളുടെ ജാതി ഏതാണ്, മതം ഏതാണെന്നുള്ളതൊരു പ്രശ്നമേ അല്ല. ഞാനിത് പറയാൻ കാരണം, ഇതിനെ സംബന്ധിച്ച് നമ്മുടെ മുഫ്തി മെങ്ക് എന്ന് പറയുന്ന
ഒരു ആഗോളതലത്തിൽ ഇത്തരം വിഷയങ്ങളെക്കുറിച്ച് സംസാരിക്കാറുള്ള ഒരാൾ വളരെ മനോഹരമായി ഈ വിഷയത്തെ പ്രതിപാദിക്കുന്ന ഒരു ക്ലിപ്പ് കാണാനിടയായി. അത് പങ്കുവെക്കപ്പെടേണ്ടതാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ കുറേ ആളുകൾ ഈ മതവിശ്വാസികളാവുന്നതോടുകൂടി പറയുന്നത് കൊണ്ട് വേറൊന്നും വിചാരിക്കരുത്, ഒരുമാതിരി കരിമുരുക്ക് പോലെ അങ്ങ് ആകുകയാണ്. ഒന്നിനോടും ഒരു വയബിലിറ്റി ഇല്ല, ഒന്നിനോടും ഒരു 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 വിട്ടുവീഴ്ചയില്ല. അത് കുടുംബത്തിലാകട്ടെ, കുടുംബ ചടങ്ങുകളിലാകട്ടെ, പിന്നെ എന്താ പറയുന്നത്, സമൂഹത്തിലാകട്ടെ, ഒന്നുമില്ല. അതൊന്നും ഒരു പ്രവാചകൻ്റെ മാതൃകയൊന്നുമല്ല. പ്രവാചകനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മിമ്പറിൽ നിൽക്കുന്ന സമയത്ത് ആ മിമ്പറിൻ്റെ മുന്നിലൂടെ കുട്ടികൾ ഓടുമ്പോൾ ആ കുട്ടികളുടെ മിമ്പറിൽ നിന്നിറങ്ങി ആ കുട്ടികൾക്ക് മുത്തം നൽകാറുണ്ടായിരുന്നു എന്നൊക്കെ പറയുന്ന ഹദീസുകൾ ഞാൻ കേട്ടിട്ടുണ്ട്, പ്രസംഗത്തിലൂടെ കേട്ടിട്ടുള്ളതാണ്. അതുപോലെ ചെറുമക്കൾ ഈ സുജൂദിലേക്ക് പോകുമ്പോൾ തൻ്റെ പിരടിക്ക് കയറിയിരിക്കുമ്പോൾ, ഈ പറയുന്ന തോളിൽ കയറിയിരിക്കുമ്പോൾ സുജൂദ് ദീർഘിപ്പിക്കുമായിരുന്നു. കാരണം കുട്ടികളെ അവർക്ക് ബുദ്ധിമുട്ടല്ലെങ്കിൽ അവരെ മാറ്റാതിരിക്കാൻ വേണ്ടി അങ്ങനെ ദീർഘിപ്പിക്കുമായിരുന്നു എന്ന്. എന്നാൽ അത്രത്തോളം വിട്ടുവീഴ്ചയാണ്. പക്ഷെ നമ്മളിൽ കുറേ പേർക്ക് അങ്ങനെയല്ല. ഒരുമാതിരിയില്ല എന്താ പറയുന്നത്, കട്ടി മുറുക്ക് പൊരിച്ചെടുത്തതുപോലെ ഒരുമാതിരി കറുമുറ സമീപനമാണ് ഇക്കാര്യത്തിൽ സ്വീകരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പറഞ്ഞ ഈ ക്ലിപ്പ് ഒന്ന് കാണാം. There is a hadith of the Prophet Muhammad, peace be upon him, where he says, when you greet people, you make your entry into paradise easy. Greet people nicely, you make your entry into paradise. Assalamu alaikum. Someone greets you. Don't just look at them and make a face. No, greet back. Wa alaikum assalam wa rahmatullah. To greet back is a duty. It's compulsory. It's in the Quran. Wa idha huyyitum bi tahiyyah فَحَيُّوا بِأَحْسَنَ مِنْهَا أَوْ رُدُّوهَا. When you are greeted with a greeting, any greeting, the meaning of this verse is left open. When you are greeted by anyone with any greeting, greet back in a better way, or minimum is at least exactly how you were greeted. Someone comes and says, good morning. Is it included in this? Yes, it is. Why? It's a tahiyyah. What do you do? Good morning. How are you? What did I do? I greeted back, mashallah. In the Muslim context, we normally say, peace be upon you, assalamu alaikum. When you want to reply, Allah says you must reply. Reply better or the same. Because when someone does good to you, we are taught to do good back to them, even better or the same. What good have they done to you? They are praying to Allah, may peace be upon you. എന്താ ആ വീഡിയോയിൽ പറഞ്ഞത്? നിങ്ങളൊരു മനുഷ്യനെ, ഏത് ജാതിയിലും മതത്തിലും പെട്ട മനുഷ്യനാവട്ടെ, ആ മനുഷ്യനെ ഏറ്റവും മനോഹരമായി ഗ്രീറ്റ് ചെയ്യുക എന്ന് പറയുന്നത് നിങ്ങളുടെ സ്വർഗപ്രവേശനത്തിന് ഒരു അവസരമുണ്ടാക്കുകയും നിങ്ങൾ അതിനോട് അടുക്കുകയും ചെയ്യുകയാണ്. അത് ഏറ്റവും മനോഹരമായി ചെയ്യുക. ഒരാൾ ഇങ്ങോട്ട് ചെയ്താൽ ഏറ്റവും കുറഞ്ഞ പക്ഷം അതേ വികാരത്തോടെ, എന്നാൽ അതിനേക്കാൾ നന്നായി നിങ്ങൾക്ക് ഗ്രീറ്റ് ചെയ്യാൻ കഴിയുമെങ്കിൽ അത് ഏറ്റവും വലുതാണ്, ഏറ്റവും നല്ലതാണ്. ഏറ്റവും ഇഷ്ടത്തോടെ, സന്തോഷത്തോടെ ചിലരിങ്ങനെ ചേർത്ത് ആലിംഗനം ചെയ്യുന്നവരുണ്ട്, ചിലർ കൈകളിങ്ങനെ കുലുക്കി ഷേക്ക് ഹാൻഡ് കൊടുക്കുന്നവരുണ്ട്, ചിലർ ഈ പറഞ്ഞതുപോലെ ഗുഡ് മോർണിംഗ് എന്ന് പറയുമ്പോൾ അദ്ദേഹം പറഞ്ഞതാണ്, കേട്ടില്ലേ, ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞാൽ തിരിച്ചും ഗുഡ് മോർണിംഗ് പറയുന്നതും ദീനാണ്. അതേസമയം ഇസ്ലാമിക രീതിയിൽ എങ്ങനെയാണ്, പീസ് ബി അപ്പോൺ യു, നിങ്ങളിൽ ദൈവത്തിൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്നാണ് അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞാൽ. ദൈവത്തിൻ്റെ അനുഗ്രഹം നിങ്ങളുടെ മേലുണ്ടാകട്ടെ, അപ്പം തിരിച്ച് നിങ്ങളുടെ മേലും അതേ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് അയാൾ പറയുന്നു. എന്തേ, നന്നായിരിക്കുന്നോ, സുഖമായിരിക്കുന്നോ, കുറേ നാളായല്ലോ കണ്ടിട്ട്. ഇത്തരം സംഗതികളൊക്കെ വളരെ മനോഹരമായ മനുഷ്യൻ്റെ നന്മകൾ എഴുതി ചേർക്കപ്പെടുന്ന, അതിനേക്കാളുപരി ഈ മനുഷ്യബന്ധങ്ങൾക്കിടയിൽ ഊഷ്മളതയും വികാരവായ്പ ഉണ്ടാകുന്നതിന് എത്രയോ നല്ലതാണ്. എന്നാൽ ഈ സമൂഹത്തിലെ തന്നെ വളരെ, ഇതെല്ലാവർക്കും ബാധകമാണ്. ഇത് സാധാരണക്കാരനും തങ്ങൾക്കും മഹാപണ്ഡിതനും എല്ലാവർക്കും ബാധകമാണ്. ഞാൻ എപ്പോഴും കാണാറുണ്ട്, ഇപ്പോൾ ഈ സാദിഖ് അലി ശിഹാബ് തങ്ങൾ ഈ അദ്ദേഹത്തിൻ്റെ അവിടെ ഇരിക്കുമ്പോൾ ആയിരക്കണക്കിന് ആളുകൾ വരുന്നെങ്കിലും എല്ലാവരോടും ഒരു നിറഞ്ഞ പുഞ്ചിരിയോടെ, ഒരു മടിപ്പുമില്ലാതെ, കാണുന്നവരോടെല്ലാം കുശലം പറഞ്ഞ്, എല്ലാവരോടും മിണ്ടി, എല്ലാവരോടും വർത്തമാനം പറഞ്ഞ്. എന്നാൽ ചില സ്ഥലങ്ങളിലുണ്ട് വലിയ പ്രമാണിയാണ്, ഒരു ഉയർന്ന ഉദ്യോഗസ്ഥനായി വിരമിച്ച ആളാണ്, പിന്നെ ചിരിക്കൂല, സാധാരണക്കാരനോട് സലാം പറയൂല, പിന്നെ സഫിൽ നിൽക്കുമ്പം തന്നെ ഒരല്പം ബോധപൂർവം അകന്നു മാറി നിൽക്കും. എന്ത് കാര്യമാണ്? എന്തിനാണ് ഈ മസിൽ പിടിക്കുന്നത്? ഇതൊക്കെ ദീനിൻ്റെ ഭാഗമാണ്. ആ ഊഷ്മളതയൊക്കെ ഏറ്റവും മനോഹരമാണ്. അതുപോലെ തന്നെ ഒരു കൂട്ടത്തിലിരിക്കുമ്പോൾ ആളിൻ്റെ വലിപ്പമോ സ്ഥാനമോ നോക്കിയല്ല, എല്ലാവർക്കും നമ്മൾ കൈ കൊടുക്കുമെങ്കിൽ എല്ലാവർക്കും കൈ കൊടുക്കണം. ഒരാൾ ഒരു കൈ തരുമ്പോൾ രണ്ട് കൈ ചേർത്ത് പിടിക്കുക എന്ന് പറയുന്നത് വലിയ സ്നേഹത്തിൻ്റെ ഭാഷ്യമാണ്. നമ്മൾ ഷേക്ക് ഹാൻഡ് കൊടുക്കുന്ന സാറിന് ഒരു കൈ ഇങ്ങനെ ഷേക്ക് ഹാൻഡ് കൊടുക്കുന്നതിന് പകരം രണ്ടും കൂടി ചേർത്ത് പിടിക്കുമ്പോൾ അത് അതിനേക്കാൾ വലിയ ഭാവമാണ്. ഹൃദയത്തോട് ചേർത്ത് വെക്കുമ്പോൾ അതിനേക്കാൾ വലിയ ഭാവമാണ്.
അപ്പോൾ അതെല്ലാം ഇതിൻ്റെ ഭാഗമാണ്. അപ്പോൾ അതുകൊണ്ട് ഒരാൾ തൊഴുതു, ഒരാളിനെ കണ്ടപ്പോൾ ഒരാൾ വിഷ് ചെയ്തു, ഇങ്ങനെ പറഞ്ഞു, നമസ്കാരം എന്ന് പറഞ്ഞു, അപ്പോഴത്തേക്ക് ഇതങ്ങ് കൊഴിഞ്ഞു പോകുമൊന്നുമില്ല. ഈ ഈമാൻ, ഇസ്ലാം, വിശ്വാസം എന്നൊക്കെ പറയുന്നത് പണ്ട് നമ്മൾ തയ്പ്പിക്കുന്ന നിക്കറ് പോലെ എന്തോ ഒരു ചെറിയ വള്ളിയിൽ കൊരുത്തിങ്ങനെ ഇളിയിൽ കെട്ടിയിട്ടേക്കുന്ന സാധനമൊന്നുമല്ല. അതങ്ങോട്ടൊന്ന് ഊരി പോകുമ്പോഴത്തേക്ക് ഇതെല്ലാം കൂടി ഈമാൻ മൊത്തം കൂടെ കഴിഞ്ഞു പോകാൻ, അതൊക്കെ ഉറച്ച വിശ്വാസമാണ്. നമ്മളിപ്പോൾ ഈ പറഞ്ഞില്ലേ, ഭയങ്കര സൂക്ഷ്മതയുള്ള ആളുകളോടൊരു ഇടപാടിന് സമീപിച്ച് നോക്കണം. ഒരു വിട്ടുവീഴ്ചയുള്ള മനോഭാവം ആവില്ല പലരും, നല്ലൊരു ശതമാനം പേരും. ആരോടും ഒരു വിട്ടുവീഴ്ചയുമില്ല. അങ്ങനെ ചെയ്യുന്നതല്ല യഥാർത്ഥത്തിൽ ഈ ദീനെന്ന് പറയുന്നത്. ഒരുപാട് അർത്ഥ കൈക്ക് ഉപ്പ് തേക്കാത്ത പലിശക്കാർ ഭയങ്കര അമ്പലവാസികളാണ്. ഒരുപാട് കുറികളിട്ട് എല്ലാ ആഴ്ചയിലും ക്ഷേത്രത്തിൽ പോക്കാണ്. എന്നാൽ ഈ വീട്ടിൽ രോഗിയായി ചിലപ്പോൾ പണയം വെക്കാൻ വരുന്നവൻ്റെ ഒരാളിൻ്റെ കയ്യിൽ നിന്നെങ്കിലും പലിശ വേണ്ട, നീ ആ മുതലിങ് കൊണ്ട് തന്നാൽ മതി എന്ന് പറയുന്നൊരു കോളം അവർക്കുണ്ടാകണമെന്നില്ല. അപ്പം അതുകൊണ്ട് മനോഹരമായി ഇടപെടുന്നു എന്ന് പറയുന്നത് മനോഹരമായ ഒരു ജീവിതശൈലിക്കും സുഖകരമായ ഒരു മനുഷ്യൻ്റെ മനസ്സും സൃഷ്ടിക്കുന്നതിന് അനിവാര്യമാണ്. അതുപോലെ തന്നെ ഈ ഗ്രീറ്റ് ചെയ്യുമ്പോൾ ഈ മുസ്ലിം വിഭാഗത്തിൽ തന്നെ ചില ആളുകൾക്ക് സലാം പറഞ്ഞുകൂടാ എന്ന് പ്രചരിപ്പിക്കുന്നവരുണ്ട്. അവരോട് എന്തു പറയാനാണ്? ഈ കാണുന്നതെങ്കിലും കണ്ട് അവരുടെയൊക്കെ ഹൃദയത്തിന് വെളിച്ചമുണ്ടാവട്ടെ. ഇനി നേതാക്കൾ എന്ത് പറഞ്ഞാലും നിങ്ങളിനി മറുപടിയൊന്നും പറഞ്ഞ് കുരുത്തക്കേട് പിടിക്കുന്നില്ലെങ്കിലും ആ പറയുന്ന സംഗതിയൊന്നും നിങ്ങൾ പിടിക്കാതിരിക്കുക. നിങ്ങൾ മനുഷ്യരോടൊക്കെ നല്ല അഭിവാദ്യങ്ങൾ അർപ്പിച്ച് സന്തോഷത്തോടെ ജീവിക്കുക. അവസാനത്തെ അഭിവാദ്യം സ്വീകരിച്ച് മണ്ണിലേക്ക് മടങ്ങുക.